ക്രമീകരണങ്ങളും നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായും സൂര്യ, എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഇനി ഇപ്പോൾ ഈ പൊങ്കാല ഏകദേശം അവസാന ഘട്ടത്തോടെ ആയി. ഇനിയിപ്പോൾ ദേവീ ദർശനത്തിനാണ്. കുറേ പേർ നേരത്തെ പറയുകയുണ്ടായി പൊങ്കാലയിട്ട് കഴിഞ്ഞ് ഇതിന് ശേഷമാണ് ദേവീ ദർശനം നടത്തുക എന്നത്. ആ ഒരു സമയത്ത് തീർച്ചയായും അവിടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ പൂർത്തിയായോ? തീർച്ചയായിട്ടും ഉത്സവം തുടങ്ങിയ 5-ാം തീയതി മുതൽ തന്നെ ദേവീ ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ സാധാരണ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ തിരക്ക് ദേവീ ദർശനത്തിന് ആയാലും അതുപോലെ തന്നെ പൊങ്കാല ഇടാനായാലും ഉണ്ട് എന്നുള്ളതാണ് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളായാലും മറ്റു അധികൃതരായാലും ഒക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പേർ എത്തുമെന്നുള്ള നേരത്തെയുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് പൊങ്കാലയ്ക്ക് ശേഷം ദേവീ ദർശനത്തിനായിട്ട് എത്തിയിട്ട് ഉള്ളവരാണ്. കഴിഞ്ഞ ദിവസമൊക്കെ രാത്രി വൈകുവോളം ഈ ദർശനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ നടപ്പന്തലും ഒക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ പരിസരവും ഒക്കെ കഴിഞ്ഞ് വലിയ നീണ്ട ഒരു നിര തന്നെ ദേവീ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അത് അവർ ദർശനം നടത്താതെ തിരികെ പോകില്ല എന്നുള്ള ഒരു അവസ്ഥയുമുണ്ട്. കാരണം അത്രത്തോളം ഒരു ദൂര യാത്ര ചെയ്ത് ദേവീ ദർശനത്തിന് വേണ്ടി മാത്രമായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ദർശനം നടത്താതെ മടങ്ങിപ്പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അവരെ കൃത്യമായിട്ട് ദർശനം നടത്തി പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറുകളോളം ഇങ്ങനെ ഈ വരിയിൽ നടപ്പന്തലിൽ ക്യൂവിൽ നിന്ന് വേണം അകത്തേക്ക് കയറി ദർശനം നടത്താൻ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ക്ഷീണിച്ചു പോകുന്നവരൊക്കെയുണ്ട്. അവർക്ക് സമയം അവർക്ക് വേണ്ട ദാഹജലം ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയും സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ തയ്യാറാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ യാതൊരുവിധ അസ്വസ്ഥതകളും ആശങ്കകളും ഇല്ലാതെ എല്ലാം കൃത്യമായിട്ട് ദേവീ ദർശനവും അതുപോലെ തന്നെ പൊങ്കാലയിട്ട് തിരിച്ചു മടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാണ് എന്നുള്ളതാണ്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല ഇട്ട് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ദേവീ ദർശനം